ഡോക്ടർ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. അയാൾക്കാണെങ്കിൽ നിലത്തിരിക്കാൻ പറ്റൂല, അയാൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ കുറെ ആൾക്കാർ ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഡോക്ടർ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരൂ ഡോക്ടർ. ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല തറയില്, അതുപോലെ തന്നെ അവർക്ക് ബൈക്കിലേക്ക് കാലെടുത്ത് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പേഷ്യൻസിനൊക്കെ ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുപ്പില് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇവിടെ ചേർന്നിരിക്കും. ഇവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തഓട്ടം കറക്റ്റ് ആയിട്ട് വരണം. പക്ഷെ ചില പേഷ്യൻസിന് ആ രക്തഓട്ടം കുറവായിരിക്കും അങ്ങോട്ടുള്ളത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീഴുമ്പോ, അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ഉള്ള എന്തെങ്കിലും തൂക്കുമ്പോ, അല്ലെങ്കിൽ കളിക്കുമ്പോ, ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു പെയിൻ വരും. അപ്പൊ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവിടെ നമ്മുടെ ബോണുകളുടെ ഇടയിൽ ഗ്യാപ്പ് കുറഞ്ഞ് അവിടെ പെയിൻ വരുന്നുണ്ടാവും. അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പർ ആയിരിക്കില്ല. ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ അസ്ഥിമജ്ജഗതവാദ അല്ലെങ്കിൽ വാതരക്തമായിട്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോറിലേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ബ്ലഡ് വിഷിയേറ്റ് ആവാണ് ചെയ്യുന്നത് അവിടെ. അങ്ങനെ നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ഹിപ്പ് ജോയിന്റിലേക്ക് എത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ആദ്യത്തെ സ്റ്റേജിൽ ഒരു 1-2 സ്റ്റേജിൽ നമുക്ക് വേദന അങ്ങനെ അറിയില്ല. അപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ പറ്റാതാവുന്നതും അതുപോലെ തറയിലിരിക്കണം. അപ്പോൾ ആദ്യത്തെ ആ 2 സ്റ്റേജിലാണ് നമുക്ക് തറയിലിരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതെല്ലാം. പിന്നെ ഫർദർ ഡെവലപ്പ് ആവുമ്പോൾ മാത്രമാണ് നമുക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടി വരുന്നത്. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ 2 കഷായം ഉണ്ട്. അതാണ് മഞ്ചിഷ്ടാദി കഷായവും അതുപോലെ തന്നെ ഗുളുഗുളു തിക്തകം കഷായം. ഈ ഗുളുഗുളു തിക്തകം കഷായം അതായത് നമ്മുടെ ബ്ലഡ് വെസലില് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, അടപ്പുണ്ടെങ്കിൽ അതെല്ലാതും ക്ലിയർ ആക്കാനായിട്ട് സഹായിക്കും. മഞ്ചിഷ്ടാദി കഷായം ബ്ലഡ് സർക്കുലേഷൻ മൈക്രോ ആയിട്ട്, അതായത് ചെറിയ ചെറിയ വെസൽസിലാണെങ്കിലും ആ സിരകളിലെല്ലാത്തിലും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് സഹായിക്കും. അപ്പൊ ഈ 2 കഷായം ഫസ്റ്റിലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് ആ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഫർദർ നമുക്ക് അവിടെ ഇനി ഡാമേജ് ഉണ്ടാവാതിരിക്കാനും ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി വേദന കുറയ്ക്കാനും മൂവ്മെന്റ്സ് ഇംപ്രൂവ് ആക്കാനും സഹായിക്കും. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് കുറയുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് വേദന ഭയങ്കരമായിട്ട് കൂടി വരികയാണെങ്കിൽ നിങ്ങൾ നമ്മളെ സമീപിക്കുക. കാരണം നമുക്ക് അതിനൊരു പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട്. ഏത് കണ്ടീഷനിൽ ഏത് മെഡിസിൻ പോകണം, ഏത് എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ള വ്യക്തമായിട്ട് ഒരു പ്ലാൻ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ടും കുറയുന്നില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.